എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ നവനിതേട്ടൻ്റെ മോളുടെ വീട് കാഴ്ചയും അനുവിൻ്റെ മോളുടെ പിറന്നാളൊക്കെ എല്ലാവരും കണ്ടില്ലേ? അടിപൊളിയായില്ലേ വീഡിയോയ്ക്കും? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിറന്നാളാണ്. എല്ലാ വർഷവും ഞാൻ പിറന്നാളിൻ്റെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഈ വർഷം ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഒന്നുമില്ല, ഭയങ്കര തിരക്കാണ്. ഇവിടെ പ്രതിഷ്ഠയാണ്, വിഷ്ണുമായയുടെ പുനഃപ്രതിഷ്ഠയാണ്. അമ്പലക്കം പറഞ്ഞിട്ട് ജൂലൈ 2-ാം തീയതി. പിന്നെ ഇന്ന് സർപ്പബലിയാണ്. ആകെ തിരക്കാണ്, വീട് നിറയെ പണിക്കാരാണ്. കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ എന്നോട് പിറന്നാൾ വിഷ് ചെയ്യാൻ ആൾക്കാർ വിളിച്ചു പറഞ്ഞത് ബർത്ത്ഡേ വ്ളോഗ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അത് കാരണം ഞാൻ ഇടുന്നു. എന്തായാലും ആവർത്തന വിരസതി ആവുമെന്ന് അറിയാം. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. എൻ്റെ പിറന്നാളാണ്. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് പോവാം. രാവിലെ ഞങ്ങൾ അയലൂർ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കി വിശേഷങ്ങൾക്ക് പോട്ടാ. വലിയ പുതിയ കെറ്റപ്പ് അവിടെ ലേറ്റ് ആയിട്ട് കാണില്ലേ? ഭയങ്കര കെറ്റപ്പാണ്. പ്രതിഷ്ഠാദിനം സ്പെഷ്യലായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളേക്കും ഔട്ടാവൂല പ്രതിഷ്ഠാദിനം. നമ്മളേക്കും അതാണ് വിഷമോ. ഇത്ര പറഞ്ഞത് പ്രശ്നമായി. അടിപൊളിയായിട്ടില്ലേ വലിയ പുതിയ കെറ്റപ്പ്? എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടാ. ഭദ്രക്കുട്ടി ഇതാ കുളിക്കാൻ പോവാണ്. മുഖത്ത് മഞ്ഞളൊക്കെ ഇട്ടുള്ള കാരണം ഭദ്രക്കുട്ടി ഓടി. എവിടെ അടുക്കളയിൽ ഇതാ കുഞ്ഞു സത്യവട്ടം ഒരുങ്ങാണ്. ആശിച്ചിയെ ആശിച്ചിതാ സുന്ദരിയായിട്ടില്ലേ? ചുരിദാറൊക്കെ സുന്ദരിയായിട്ടുണ്ട്. ഇത് പുതിയ ചേച്ചിയാണ് ഞങ്ങളുടെ വന്ന ചന്ദ്രികേച്ചി. അല്ലീസ് വേളിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രസന്നകുമാരി ഉണ്ടല്ലോ ഇവിടെ. പ്രതിഷ്ഠാദിനായിട്ട് ഇപ്രാവശ്യം നേരത്തെ വന്നിട്ടുണ്ട് ആള്. എന്തായാലും എൻ്റെ പിറന്നാളോട് കൂടിയിട്ട് പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾക്ക് തുടക്കം. അമ്പിയേച്ചി എന്തായാലും അമ്പിയേച്ചി വീഡിയോ നല്ല സൂപ്പറായിട്ടില്ല? അമ്പിയേച്ചി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എവിടെ നമ്മുടെ കോമളേച്ചിയെ? കോമളേച്ചിട്ട് ഇവിടെ പിറന്നാളായിട്ട് എല്ലാവരും ഇത് വീഡിയോ എടുക്കാൻ ഞാൻ വന്നേക്കാണ്. ഇപ്പം എന്തായാലും സദ്യവട്ടം ഒരുങ്ങാണ്. സാമ്പാർ തിളച്ചു. ചേച്ചിമാരൊക്കെ അടുക്കളയിൽ ബിസിയാണ്. ഞാനും അപ്പോൾ സദ്യവട്ടങ്ങളിലേക്ക് പോട്ടേട്ടാ. ഇതാണ് പിറന്നാൾ കുട്ടി. എന്താ കാട്ടായിക അമ്മേന് അമ്മ കൃഷ്ണനെ തൊഴുത് വരുന്ന സീനാണ്. ആള് മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇത് കാട്ടല്ലേ എന്ന് പറയുന്നത്. ചെറിയൊരു യാത്ര ഓട്ടോയിലാണ് പോണത്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഓട്ടോയിലാണ് പോണത്. സെൻട്രലിലേക്കാണ് പോണത്. പാല് വാങ്ങിച്ചിട്ടില്ല, പായസം വെക്കാനും പാല് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അത് കൂടാതെ എന്താ പറയാ, കേക്ക് ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ സണ്ണുവിന്റെ വാങ്ങിയ കേക്ക്. അപ്പൊ സണ്ണു പറഞ്ഞു എന്നോട് ചേച്ചിക്ക് ഇഷ്ടമുള്ള കേക്ക് പോയിട്ട് അവിടെ ഏൽപ്പിച്ചോ. അപ്പൊ അത് ഏൽപ്പിക്കണം. പിന്നെ 1-2 ചെടികൾ വാങ്ങിക്കണം. ചെടിയുണ്ട്, അകത്ത് 2-3 ചെടി പോയി, അത് വാങ്ങിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു യാത്ര. ഓക്കെ. വ്ളോഗ് ചെയ്യുന്നുണ്ട്.
പിന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കാണ്. എല്ലാവരും വിളമ്പിയിട്ടുണ്ട്, എല്ലാവരും പകർത്തി വെച്ചിട്ടുണ്ട്. സ്വർണ്ണേച്ചിനെ വെയിറ്റ് ചെയ്തിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേക്ക് മുറി ഉച്ചയ്ക്കില്ല, രാത്രിയാണ് കേക്ക് മുറിക്കുന്നത്. രാത്രി പിന്നെ അമ്പേച്ചും അനുമ്മയും ഉണ്ണിയപ്പയ്ക്ക് വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല രാത്രി സർപ്പ് ബലിയേക്കാൻ. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ കേക്ക് മുറിക്കുന്നത് കേട്ടോ. ബാക്കി മീനുകൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വായിൽ വെച്ച് വന്നിട്ട് തന്നെ വയറ് നോക്കും. ബാക്കിയായി ഭക്ഷണം, എന്നാലും മീനുകൾക്കുള്ള ഭക്ഷണമായില്ല. അപ്പോൾ പിറന്നാളാഘോഷം കഴിഞ്ഞു. ചെറിയ സദ്യ ഉണ്ടായിരുന്നു, പാലട പായസത്തോട് കൂടിയിട്ട് ചെറിയ സദ്യ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുളിച്ച് ഡ്രസ്സ് മാറി വന്നിരിക്കുകയാണ്. എന്താ സർപ്പബലിയാണ്, വൈകിട്ടാണ് സർപ്പബലി. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. വീഡിയോക്ക് പോകാം. സമർപ്പിക്കാൻ വേണ്ടി പോവാണ്.